அப்படியே நம்ம வந்து இது வந்து மகாபலிபுரம் ക്രോക്കഡൈൽ പാർക്ക് മുട്ടുകാട് ബോട്ടിംഗ് வந்து ഓപ്ഷനിൽ പോട്ടിട്ടേ വേണനാ ഇത് എൻ്റെ സുന്ദരത്തനാണ്. പുള്ളി ഇവിടെ കൺസ്ട്രക്ഷൻ ഒക്കെയാണ്. ടില്ലേ ഹോംസ് എന്നാണ് കൺസ്ട്രക്ഷന്റെ പേര്. പുറകെ നല്ലൊരു ബീച്ച് കാണാം, നല്ലൊരു വ്യൂ. ഇതുപോലെ തട്ടടയും മുറുക്കും ഒക്കെ പ്രസാദമായിട്ട് കിട്ടിയിരുന്നെങ്കിലല്ലേ. എവിടെ പോന്നു? മെഴുകുതിരി കത്തിക്കാൻ. അഹങ്കാരം, വെറും അഹങ്കാരം. നമ്മുടെ മീനുണ്ട്, ക്ലാസ്മേറ്റ് ആണ്, ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അതെ, നമ്മുടെ എല്ലാവരുടെയും ഫ്രണ്ടാണ്. കണ്ണി തെറിച്ചോ? സൗണ്ട് മാത്രം കേൾക്കുന്നത്, ആളെ കാണാൻ കിട്ടുന്നില്ല. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെയായി, സമയം 11, 3 മണിക്കാണ് കിടന്നത്. അതുകൊണ്ട് 11 മണി, നമ്മളൊരു 9 മണിയായി എണീറ്റപ്പോൾ. എണീറ്റ് രാവിലെ കുറച്ച് സംസാരമൊക്കെ സംസാരിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ഇതാ പൊങ്കൽ റെഡി, വട റെഡി, സാമ്പാർ റെഡി, ചട്നി റെഡി. ചട്നി ഉണ്ടല്ലോ, പൊങ്കലോടെ പൊങ്കൽ, അതെനിക്ക് ഇഷ്ടമാണല്ലോ പൊങ്കൽ. അപ്പോൾ ഇതാ എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാവരും ചുമ്മാ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ചെല്ലിയൊക്കെ അടിച്ചിരിക്കുന്നു. എനിവേ ഇതാ അമ്മു റെഡിയായി നിൽക്കുന്നു. ചൂട് ചൂടാ വടയും ഞാൻ കഴിച്ചു തുടങ്ങി. പൊങ്കൽ എങ്ങനെയുണ്ട്? അടിപൊളി, നൈസ് അല്ലേ? ഇതാ ഇഡ്ഡലി ഉണ്ട്, സാമ്പാർ, തമിഴ്നാട് സ്റ്റൈൽ സാമ്പാറാണ്. സാമ്പാർ പൊങ്കലോട് പൊങ്കൽ. ഈ സാമ്പാറിനൊരു പ്രത്യേകത ഉണ്ട്. അതായത് ഇവിടുത്തെ ഈ മസാല ഇവിടുത്തെ പാട്ടി തന്നെ ചെയ്യുന്ന മസാലയാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെല്ലാം ഈ മസാല ഈ 3 മാസത്തിലൊരിക്കൽ 6 മാസത്തിലൊരിക്കൽ ആരെങ്കിലും ഒക്കെ വരുമ്പോഴത്തേക്ക് സാധനം അവിടെ എത്തും. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വന്നാലും തമിഴ്നാട് സ്റ്റൈലാണ്. ഇതാണ് ഒരു മിനി ഷെഫാണ്. അടിപൊളി നല്ല ഭക്ഷണമാണ്, അടിപൊളി ഫുഡാണ്. നല്ല കട്ടി ചമ്മന്തി. ഇതാ വടയുടെ കൂടെ വട ഇതാ മൊരുമുരാന്നായിരിക്കുന്നത്, മുരുമുരാ. ഈ വട എടുത്തിട്ടേ ഇതാ കപ്പൽ ഊറിക്കൊണ്ട് ഇതിന്റെ കൂടെ ജസ്റ്റ് ഒരു ചട്നി ഒന്ന് മുക്കി. ചട്നി ഇവിടുത്തെ ചട്നി സ്പെഷ്യൽ ആണ്. ഇത് മറ്റേ പൊരികടല ചട്നിയാണ്. പൊരികടല ചട്നി. ഇതാ ഇത് സാമ്പാർ കൂടെ മുക്കി. അടിപൊളി, അടിപൊളി കേട്ടോ. വെറുതെ പറഞ്ഞതല്ല, അടിപൊളിയാണ്. കൊള്ളാമാടാ, ഇഷ്ടപ്പെട്ടാ? ചട്നി അടിപൊളി കേട്ടോ. ഹായ്, അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നമ്മള് ഇപ്പൊ നേരെ പോകുന്നത് സൈതാപ്പേട്ട കോർട്ടിന്റെ പുറകെ എൻ്റെ അളിയൻ താമസിക്കുന്നുണ്ട്. അളിയൻ ജർമ്മനിയിലാണല്ലോ, അളിയനും ചേച്ചിയൊക്കെ ജർമ്മനിയിലാണല്ലോ. അപ്പോൾ എന്താ പറയുക, അളിയൻ്റെ അമ്മയും അച്ഛനെയും അവരെല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോർച്ചുനേറ്റ്ലി ഇന്നലെ അളിയൻ ജർമ്മനിയിൽ നിന്ന് കഴിഞ്ഞ ഒട്ടും പ്രതീക്ഷിക്കാം. കാരണം ഞങ്ങൾ ഓൾറെഡി നേരത്തെ പ്ലാൻ ചെയ്തതാണ് ചെന്നൈ ട്രിപ്പ്. അണ്ണൻ പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 1 വീക്ക് അല്ലെങ്കിൽ 10 ഡേയ്സിനകത്തെ അവള് ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് അപ്പോ പുള്ളി ഇൻസിഡന്റ്ലി നമുക്ക് ഇവിടെ വെച്ച് കാണാൻ പറ്റി. പുള്ളി ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ വന്നതാണ്. അപ്പോൾ ജസ്റ്റ് വന്ന് ചെന്നൈയിൽ വന്നിട്ട് പോവാന്ന് കരുതി. അപ്പൊ നമ്മളും വന്ന ടൈമും പുള്ളി വന്ന ടൈമും എല്ലാം ഒരുപോലെ ആയി. അപ്പൊ പുള്ളിയെ കാണാനുള്ള ഒരു ഭാഗ്യവും കിട്ടി. അപ്പൊ നമ്മൾ നേരെ സൈതാപ്പേട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മുനാണെങ്കിൽ നമുക്ക് അണ്ണനോട് വിടാല്ലേ, മാത്രമേ കണ്ടിട്ട്. ശരി, അപ്പം അവിടെ പോയിട്ട് കാണാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് ചുമ്മാ എവിടെയെങ്കിലും ഒക്കെ അലഞ്ഞു തിരിയണം എന്ന് വിചാരിക്കുന്നുണ്ട്. തീരുമാനിച്ചു. അപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വാങ്ങാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടൊക്കെ പോയി മേടിക്കും. അപ്പൊ ശരി, അപ്പൊ കാണാം. ഊബറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെന്നൈയിലെ പ്രകൃതി സൗന്ദര്യങ്ങളൊക്കെ കണ്ട്
ബിൽഡിങ്ങുകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പൊക്കോണ്ടേയിരിക്കുവാണ്. அப்படி நம்ம வந்து இது வந்து மகாபலிபுரம் crocodile பார்க்கு முட்டுக்காடு போட்டிங் வந்து ஆப்ஷனல் போட்டுட்டேன் வேணும்னா. ஏன்னா உங்களுக்கு இதில் டைம் ஸ்பெண்ட் பண்ண வரதுனால உங்களுக்கு இந்த பிளான் இதாகிடுச்சுன்னா இதில் இருக்க ஸ்கிப் பண்ணிடுங்க. BGP மெரைன் കിങ്ഡം. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇന്നും നാളെ ആയിട്ടുള്ള പ്രോഗ്രാം ചാർട്ടിൻ്റെ പ്ലാനിങ് ആണ്. അത്താനും ഇത് പെരിയത്താനാണ്, എൻ്റെ സ്വന്തം അത്താൻ്റെ, എൻ്റെ സ്വന്തം പെരിയത്താനാണ്. അപ്പോൾ ഒന്ന് ഷെഡ്യൂൾഡ് ചെയ്ത്, അതായത് ഇന്ന് നമുക്ക് പോകാനുള്ള ഒരു ക്ഷേത്രമുണ്ട്, ഒരു ചർച്ചുണ്ട്, പിന്നെ ബീച്ചിലേക്ക്, പിന്നെ നാളെ ഒരു മഹാബലിപുരത്ത് പോകണം, പിന്നെ ക്രോക്കഡൈൽ പാർക്കുണ്ട്, പിന്നെ മുട്ടുക്കാട് ബോട്ടിംഗ്, പിന്നെ BGP മറൈൻ കിങ്ഡം. അപ്പോൾ നാളെ ഇത്രയും കവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിവേ നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഇവിടെ ചെന്നൈ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി ഷെഡ്യൂൾഡ് ചെയ്ത് തരും, നമുക്ക് എവിടെ വേണമെങ്കിലും പോകാനൊക്കെയുള്ള. റാമത്തായ് ഇവിടുത്തെ മൂന്നാമത്തെ സന്തതിയാണ്. മൂന്നാമതല്ലേ? ആമാ, അതെ. അപ്പോൾ ഹായ്, ഇത് നാലാമത്തെ ആളാണ്. ഇത് അനിയൻ ചേട്ടന്മാരാണ്. എന്താ പറയാനാ, ഹാപ്പി ഫാമിലി. ഇത് എൻ്റെ സുന്ദരത്തനാണ്, നമ്മുടെ ചെന്നൈയിലെ എൻ്റെ അളിയൻ്റെ സ്വന്തം ചേട്ടൻ. അപ്പോൾ അതെ, പുള്ളി ഇവിടെ കൺസ്ട്രക്ഷനൊക്കെയാണ്. ടില്ലേ ഹോംസ് എന്നാണ് കൺസ്ട്രക്ഷൻ്റെ പേര്. சொல்லுங்க, நீங்க சொல்லுங்க. இப்போ நிறைய ப்ராஜெக்ட்ஸ் இருக்குதா? ஆமா, இப்போ ப்ராஜெக்ட் பள்ளிக்கண்ணை, மேடவாக்கம், குளத்தூர் எல்லா சைடும் பண்ணிட்டு இருக்கோம். ஆமா. ആർക്കെങ്കിലും എന്തെങ്കിലും വീടോ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീട് വെക്കാനുണ്ടോ അല്ലെങ്കിൽ ഫ്ലാറ്റ് വെക്കാനുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ടില്ലേ ഹോംസ്, ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സോ ഫ്രണ്ട്ஸோ என்ன கூப்பிடுறாங்க, நீங்க டிஸ்கவுண்ட் கொடுப்பீங்களா? எவ்வளவு வேணா டிஸ்கவுண்ட் கொடுக்கலாம் விமலுக்கு வேண்டி. അപ്പോൾ അതൊക്കെയാണ്. അപ്പം നമ്മള് ഇപ്പോൾ എന്താ പറയാ, ഇന്ന് നാളെയൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ പ്ലാനിങ് എല്ലാം പ്ലാനർ സുന്ദരത്താനാണ്. അപ്പോൾ ഇനി ഇവിടെ അതെ. അപ്പൊ ഇവിടെ എല്ലായിടത്തും എത്താൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നമ്മൾ ട്രൈ ചെയ്യും. മെയിനായിട്ട് തിരുപ്പതി പോവുക എന്നുള്ളതാണ് തിങ്കളാഴ്ച. അപ്പോൾ തിരുപ്പതി പോകാനുള്ള ബസ്സിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ എൻ്റെ സെന്തിലെത്താനാണ് പറഞ്ഞു തന്നത്. എനിവേ അതും ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു. അതെ, നാളെ 3-4 വീടിന്റെ இன்னும் உங்களோட யூடியூப் நல்ல பெருசா வளர்ந்து பெரிய லெவலுக்கு வந்துட்டு. അതെ, താങ്ക് യു വെരി മച്ച്. ஆல் தி பெஸ்ட். நல்லா பண்றீங்க. அதான் சரி, சொல்லுங்க. நீங்க நல்லதா இருக்கு. இல்லப்பா, எனக்கு எதுக்குப்பா, எனக்கு ஓ சூப்பர், நல்லது. நம்ம அந்த மலையா என்ன, அந்த மலை கிடையாது. கை வைங்க. அல்ல, அதை எடுத்தேன். போட விடுங்க. போடு. தக்க மரத்தை போடலாம். அதேதான். എന്താടാ സ്പെഷ്യല്? എന്നിട്ട് നീ പേസാട്ടാ, നീ പോവാ മാട്ടാ, തന്തപ്പ പോയി വാങ്ങ അല്ല. இதே மாதிரி உங்களுக்கு இருக்கா இதே டிசைன் இதே டிசைன்ல அண்ணா போட வேண்டிய டி-ஷர்ட் வாங்கி. டி-ஷர்ட் தோயல் புதினா தோயல். மெயின் டான்சர் ആണ്. அவங்களோட பேர் என்ன? அவங்களோட மணித்தரன், அப்படித்தானே? அப்ப நீங்க எங்க போனீங்க? இப்ப எங்க போயிட்டு வராங்க? ஊருக்கு இல்லடா, நீ இப்ப எங்க போயிட்டு வர? டான்ஸுக்கு தானே போயிட்டு வர? டியூஷனுக்கு. ஓகே, இன்னி டான்ஸுக்கு போகணுமா? இன்னைக்கு இல்லையா? ஓகே, சரி. அப்ப நான் இங்கത്തെ மெயின் டான்சர் நீ தானே? ஓகே, சரி. நான் இதை என்னோட vlogல நான் போடுவேன். ஓகே, என்னோட சேனலை நீ சப்ஸ்கிரைப் பண்ணியிருக்கியா? பார்த்துருக்கியா? சரி, ஓகே. ஷார்ட் பிரேக் என்ன பாப்பா. சரி, ஓகே, பாய். நான் போகிறேன். வீட்டுக்கு வருவியா? சரி, பாய்.
ഇവിടുത്തെ ഫ്രണ്ട് ആണെന്ന് പറയാം. എന്റെ അത്താനാണ്, എന്റെ ഏറ്റവും ഇളയ അത്താനാണ്. എനിക്ക് എന്റെ മച്ചാൻ, അത് തന്നെ. ആക്ച്വലി നമ്മള് ഭയങ്കര ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് ഇന്ന് വാട അല്ല എടാ പോടാ ബന്ധമൊന്നുമില്ല. എന്നാലും നമ്മള് ഭയങ്കര ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നുള്ളതാണല്ലോ. അപ്പൊ അതുപോലെ നമ്മൾ അങ്ങനെ ഒരു ബന്ധമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രേവതിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റേ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളാണ് ഇവിടെ കിടന്ന് ചെന്നൈ മൊത്തം കിടന്ന് കറങ്ങുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭയങ്കര കമ്പനിയാണ്. അപ്പൊ അതാണ് ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ കേരളത്തിൽ വന്ന് നമുക്ക് ഒരുമിച്ച് വ്ളോഗ് ചെയ്യാം. അപ്പോ വീട്ടിൽ നിന്ന് തിരിച്ചു. അപ്പോൾ വീട്ടിലെ എല്ലാരെയും കാണാൻ കഴിഞ്ഞു. അച്ഛനും അമ്മയും അളിയന്റെ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവരെല്ലാവരും കാണാൻ കഴിഞ്ഞു. ആക്ച്വലി ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോഴും അവിടെയാണ് നിൽക്കാറ്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ പുറത്തു പോയി, മീൻസ് പുറത്തുനിന്നല്ല, നമ്മുടെ താത്താടെ ഇവിടെ മീനുവിൻ്റെ താത്താടെ വീട്ടിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ എന്താ പറയുക, ഒരു ആഘോഷമാണ്. പുറത്തു പോവുക, റെസ്റ്റോറൻറ്റിൽ പോവുക, ഫുഡ് കഴിക്കുക, പിന്നെ അവിടെ ബക്കറ്റ് ബിരിയാണി, എല്ലാം ഒരു ഭയങ്കരമായിട്ട് ഓരോ ചേട്ടന്മാർ അടിപൊളിയായിട്ട് ചെയ്തു. അപ്പോൾ എന്താ പറയുക, നല്ല ഒരു സന്തുഷ്ട കുടുംബമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ബസനഗറിനുള്ള അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവരാണ് പ്ലാൻ ചെയ്ത് തന്നത്. ആക്ച്വലി നമ്മൾ അങ്ങനെ ഒരു കുറേ സ്ഥലങ്ങളിൽ പോകണമെന്നുള്ള യാതൊരു ഇതും ഇല്ലായിരുന്നു. പക്ഷെ അവർ പ്ലാൻ ചെയ്ത് തന്നത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടേ, അത് എൻ്റെ ഒരു നിർബന്ധമാണ്. എന്താ പരിപാടി? ബ്യൂട്ടി പാർലറാ? മറ്റേ ഷിറ്റ്സു പട്ടിയെ പോലെ കണ്ണി കൂടെ ഇങ്ങനെ മുടിയിട്ടിട്ട് നടക്കുന്നതാണ് അമ്മക്ക് ഇഷ്ടം. ഞാൻ അതുകൊണ്ട് എപ്പോഴും ഷിറ്റ്സു എന്നാണ് അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറ്. ഞാൻ കളിയാക്കുകയും ചെയ്യും. കാരണം ഇവർക്ക് ഹെയർ ബാൻഡ് ഇടുന്ന ഇഷ്ടമല്ല, ബോയ്ക്കുന്ന ഇഷ്ടമല്ല, ഒരു ക്ലിപ്പ് ഇടുന്ന ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമല്ല. ഇങ്ങനെ എനിക്ക് അമ്മ എപ്പോഴും മുടി ഇടുമ്പോ ഷിറ്റ്സു. എന്താടാ കയ്യില് ഷൊണ്ണേടാ? ആരിതെന്താ? നമ്മളെത്തിയോ? എത്തിയോ? നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിലാണ്, ബസനഗറിലുള്ള ക്ഷേത്രത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഏകദേശം 1976 പണി കഴിപ്പിച്ച ക്ഷേത്രമാണ്, ലക്ഷ്മി ക്ഷേത്രമാണ്. അഷ്ടലക്ഷ്മി എന്ന് പറയുമ്പോഴത്തേക്ക് 8 എന്താ പറയുക പ്രതിരൂപങ്ങളൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. അതിനകത്ത് നമുക്ക് എന്താ നമ്മുടെ സമ്പത്ത്, വിദ്യാഭ്യാസം, അങ്ങനെ 8 വിഗ്രഹങ്ങൾ സംതിങ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ ആരാധിക്കുകയാണ്, അതിൻ്റെ ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി പണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ അതെ പണ്ട് വന്നിട്ടുണ്ട്. ഞാൻ സിസ്റ്ററിൻ്റെ രേവതിയുടെ കല്യാണം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് അവരെല്ലാവരും നമ്മളിവിടെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഉള്ള എനിക്കൊരു അറിവുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ അകത്തോട്ട് പോകാമേ. ഏകദേശം 65 അടി ഹൈറ്റ് ഉണ്ട് ഈ ക്ഷേത്രത്തിന്. ഫ്രീ എൻട്രൻസ്. ഇങ്ങനെ ചെറിയ പടിക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ പതുക്കെ ഓരോ മുകളിലോട്ട് പോകണം. പുറകെ നല്ലൊരു ബീച്ച് കാണാം, നല്ലൊരു വ്യൂ. അപ്പോൾ നല്ല കാറ്റല്ലേ? അങ്ങനെ ലക്ഷ്മിമാരെയൊക്കെ നമ്മൾ കണ്ടു. നമ്മുടെ ലക്ഷ്മിമാരെ ഉദ്ദേശിച്ചത് നമ്മുടെ ധനലക്ഷ്മി, വിദ്യാലക്ഷ്മി, ധനലക്ഷ്മി, അങ്ങനെ എന്താ, അങ്ങനെ നമ്മൾ ഗജലക്ഷ്മി, വിജയലക്ഷ്മി,
അങ്ങനെ കുറേ ലക്ഷ്മി അമ്മമാരെ നമ്മൾ കണ്ടു. എല്ലാവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ധനം ഇനി കേരളത്തിനകത്ത് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാവർക്കും ധനം കൊണ്ട് മൂടാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി ആരും ഒന്നുകൊണ്ട് പേടിക്കണ്ട. അപ്പം ശരി, അപ്പം നമ്മൾ ഇനി ഇവിടെ നിന്ന് പതുക്കെ ചലിക്കുവാണ്. ബീച്ച് കാണാം. ഞാൻ ഈ ക്ഷേത്രത്തിൽ ലാസ്റ്റ് വന്നപ്പോൾ ഒരു സിനിമ റിലീസായിരുന്നു. എനിക്ക് നല്ലൊരു ഓർമ്മയുണ്ട്. നമ്മുടെ വിജയുടെ സോങ് നമുക്ക് മധുരയ്ക്ക് പോകാതടി, ആ സിനിമ ഇറങ്ങിയ സമയത്താണ് ഞാൻ ഈ അമ്പലത്തിലേക്ക് വന്നത്. ധൈര്യലക്ഷ്മിയോട് എന്തു പറഞ്ഞു? ധൈര്യലക്ഷ്മിയോട് എല്ലാ സിറ്റുവേഷൻസും ഫേസ് ചെയ്യാനുള്ള ധൈര്യം തരണം. ഞാൻ പ്രാർത്ഥിച്ചെന്താ അറിയോ? പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൂടെയൊക്കെ ജീവിക്കാനുള്ള ഒരു ധൈര്യം തരണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. വളരെ നല്ല പ്രാർത്ഥന, ഏറ്റവും കൂടുതൽ വേണ്ട പ്രാർത്ഥന അതാണ്. അതന്നെ, ധൈര്യം ആണല്ലോ മനുഷ്യന് വേണ്ടത്. ധൈര്യം എനിക്ക് ഇച്ചിരി അല്പം കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ധൈര്യം ഞങ്ങളെ ഡീൽ ചെയ്യാനുള്ള ധൈര്യം. അതെ, ബാക്കിയെല്ലാം ഓക്കെയാണ്. വളരെ നല്ല തീരുമാനം, ഇന്ന് എടുത്ത ഏറ്റവും ഉചിതമായ തീരുമാനം ആണ്. ഇതുപോലെ തട്ടടയും മുറുക്കും ഒക്കെ പ്രസാദമായിട്ട് കിട്ടിയിരുന്നെങ്കിലല്ലേ അടിപൊളിയായിരുന്നു. പുറകെ കണ്ടോ കുറേ പേര് ഫാമിലി ആയിട്ടൊക്കെ വൈകിട്ട് വന്ന് ക്ഷേത്രത്തിൽ അമ്മയൊക്കെ കണ്ട് തറയിലൊക്കെ ഇരുന്ന് പ്രസാദമൊക്കെ കഴിഞ്ഞൊരു ഹാപ്പനിങ് ഒരു മൂമെൻറ്റ്സ്. എന്താ പറയുക, എല്ലാം മറന്നുള്ള ഒരു കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാന്നുള്ളത് നല്ല രസമുണ്ട് അത് കാണാൻ. ഇത്ര മതി, രണ്ടെണ്ണം മതി. ബാക്കിയുള്ളതൊക്കെ ഉണ്ടോ? ഇല്ല, പക്ഷേ എത്രയാ വരുന്ന റേറ്റ്? ഒരെണ്ണം 30 രൂപ. 30 രൂപ. എല്ലാം വാങ്ങിക്കാത്തത് വേണ്ട, ആവശ്യമില്ല. ഇല്ലെന്നല്ല, നമ്മളെപ്പോഴും അങ്ങനെ യൂസ് ചെയ്യത്തില്ലല്ലോ, വല്ലപ്പോഴും അല്ലേ. അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് നേരെ ഒരു ഓട്ടോറിക്ഷയിൽ കയറി 50 രൂപ കൊടുത്ത് നമ്മൾ ഒരു ചർച്ചിൽ വന്നിരിക്കുകയാണ്. ഇത് ഏകദേശം 1972 പണി കഴിപ്പിച്ച ചർച്ചാണ്. ഇവിടുത്തെ നമ്മുടെ ചെന്നൈയിൽ തന്നെ ഒരു വേളാങ്കണ്ണി ചർച്ച് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചർച്ചാണ്. ഏകദേശം നമ്മൾ ആ ടെമ്പിളിൽ നിന്ന് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷേ ഓട്ടോ ചേട്ടൻ പറഞ്ഞു ഇവിടെ തൊട്ടടുത്താണെന്നൊക്കെ പറഞ്ഞ് 50 രൂപ മേടിച്ച് ഇവിടെ കൊണ്ടാക്കുകയും ചെയ്തു. ജസ്റ്റ് ഒരു 200 മീറ്റർ ഇല്ല, അത്രേ ഉള്ളൂ, വളരെ അടുത്താണ്. അപ്പോൾ നല്ല വലിയ ചർച്ചാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മുടെ ലിസ്റ്റ് പ്രകാരമുള്ള രണ്ടാമത്തെ ഷെഡ്യൂളിൽ ചർച്ചാണ്. എവിടെ പോകുന്നു? മെഴുകുതിരി കത്തിക്കാൻ ചേഞ്ച് ഇല്ല, അതുകൊണ്ട് 3 വാങ്ങിക്കാൻ പറ്റുള്ളൂ. മാഡം, കുട്ടി മാഡം, വേർ ആർ യു ഗോയിങ്? എന്തൊക്കെ പോരാടാ? കൊച്ചിനെ കരയിപ്പിച്ചപ്പോ സമാധാനായ. ഹലോ നെത്തോലിയാണ്, കൊച്ചിൻ്റെ നെത്തോലി. ഇത് കാണാവ, ഇത് ചെറിയ ക്രാബ്, അത് പ്രൗണ്, വെറൈറ്റി ഫിഷ്. എന്നാ ജിലേബിയാ? അതാണ്ട മീനാ? ആമാ, ഇത് കടൽ മീൻ താനേ? അത്
ஜிலேபி வந்து இல்ல வீட்ல முடியாது, பேக் வாட்டர் இருக்கும் அது மாதிரி இருக்கும். ടെമ്പിളിന്റെയും നമ്മുടെ ചർച്ചിന്റെയും ഇടയ്ക്ക് കൂടെ നമ്മൾ നടന്നു പോകുമ്പോഴുണ്ടാവുന്ന ഒരു സ്ട്രീറ്റ് ആണ് ഓട്ടോ പിടിച്ച് പോയത്. ഏതാണ്ട് തൊട്ട് രണ്ടിന് നടുക്കാണേ. ആ സ്ട്രീറ്റിന് നടുക്കാണ് ഈ ഫിഷിന്റെ ഷോപ്പുള്ളത്. ഞാൻ അവിടെ നിന്ന ഒരാളുമായിട്ട് ചെറിയ തർക്കമായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ തന്നെ അത് നമ്മുടെ ഡാമിലുള്ള ഫിഷ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ബീച്ചിൽ നിന്ന് കിട്ടുന്ന ഫിഷാണോ എന്ന് ചോദിച്ചു, ബീച്ച് ഫിഷാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, വീട്ടിലേന്ന് കൊണ്ടുവന്ന ഫിഷ് എന്ന് പറഞ്ഞിട്ട് അതന്നെ. അപ്പോൾ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പുള്ളിക്കാണ് പറ്റിയത്. റിവർ ഫിഷാണ്. നമുക്ക് ഒരു മീനിൻ്റെ ഒരു കിടപ്പ് വശം എത്ര കണ്ടിരിക്കുന്നു, അതന്നെ. അപ്പം നമുക്കങ്ങനെ തെറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം നമ്മൾ നേരെ ഇനി അടുത്ത് പോകാൻ പോകുന്നതാണ് ബസിനഗർ ബീച്ച്. உங்களோட பேர் என்ன? மௌலி. பேர் நீங்க சொல்லுங்க. மௌலி. மௌலியா? பாய் பாய். நீங்க தானே ஓட்டிட்டீங்க அவங்கள? அவங்க மரியாதைக்கு தானே நின்னாங்க அவங்க? அப்படியா? வச்சாங்கன்னா எங்க வேலையை கேன்சல். அப்படியா? ஆமா. என்னது இது பால்கோவா மாதிரி இது. பால்கோவா? ஆமா. இங்க தான் விட்டாங்கன்னா என் வேலை கேன்சல். அப்படியா? ஆமா. நேத்தான் சேர்ந்துக்கண்ணா இதை பண்ணிட்டா நேத்தான் சேர்ந்துக்கண்ணா. சரிங்க, நீங்க அப்புறமே போய் பண்ணுங்க. ஓகே ஓகேவா? ஹாப்பியா? ஓகே. நீங்க போட்டோ பிடிக்கிறீங்க. பாய் 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 பாய். അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബസനഗറിലുള്ള ബീച്ചിലാണ്. സ്കേറ്റ് ചെയ്യുന്നു. നിന്നെ സ്കേറ്റിങ്ങിന് കൊണ്ടാക്കിയിട്ട് എന്തായി? അമ്മ സ്കേറ്റിംഗ് ക്ലാസ്സിന് പോകാറുണ്ടോ? ഭയങ്കര കളർഫുള്ളാണ്. എന്താ പറയുക, ഭയങ്കര ലൈറ്റ്, എല്ലാ ഗെയിംസ്, ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. എന്ത് വേണം? അല്ല, എന്ത് വേണം? ഗെയിം കളിക്കണോ, ബീച്ചിൽ പോകണോ, വീട്ടിൽ പോകണോ, റെസ്റ്റോറൻറ്റിൽ പോകണോ? പേര് ചൊല്ല്. പ്രവീൺ. ആ അടിച്ചാ? അടിച്ച് പൊട്ടിയില്ല. ഫില്ല് ചെയ്യണ്ടേ? ആരടെ ഇത്? ഏത് സ്കൂളിൽ പഠിച്ചത്? ആ ഉണ്ട ഇതിനകത്തില്ല. മറ്റേ വിക്രോ സിനിമയോ? ഓർമ്മ വീണ് അത് തോക്ക് നേരെ പിടിക്കാൻ നോക്കും. പഠിച്ചത് ടെക്നിക്ക് പിടികിട്ടി. അഹങ്കാരം, വെറും അഹങ്കാരം. ഒരുണ്ട പോയി. ഒരുണ്ട പോവില്ല, നോക്കിക്കോ. ആ സൂപ്പർ. ഭയങ്കരം. നോക്കിക്കോ, നോക്കതാ. പിടിച്ചോ തമ്പി, വിട്. മാത്തിര് മാത്ത് എപ്പി അടിക്കാ പാക്കിട്ട്. ആ അടിപൊളി. ഇതാ ഇതില് വീഴുവേ തമ്പി, മാത്തിര് നീ. സൂപ്പർ. ഇനി അമ്മ ഒരെണ്ണം അടിയടാ. എങ്ങനെ ഉണ്ടായിരുന്നു? തോക്കും കൊണ്ട് പോവാണോ? തോക്കും കൊണ്ട് പോവാണോ? എനിക്ക് ഗിഫ്റ്റ് തന്നു. എനിക്കൊരുമാതിരി വീരപ്പനെയൊക്കെ ഓർമ്മ. പുഷ്പ പോലെ ഉണ്ട്. താടി, മുടി, തോക്ക്. ലൈസൻസ് വേണമായിരുന്നു.
ഓക്കെ, അപ്പൊ ലൈസൻസ് ഉണ്ടെങ്കിലേ തരുള്ളൂ എന്നാണ്. ഓ ലൈസൻസ് ഉണ്ടല്ലോ, കൊണ്ടുവന്നില്ലേ? കൊടുക്കാം. ലൈസൻസ് പോക്കറ്റിലില്ലേ? ലൈസൻസ് പോക്കറ്റിലില്ലേ? ലൈസൻസിന് എനിക്ക് ആവശ്യമില്ലല്ലോ, അതിന്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതിപ്പോ നമുക്ക് ഇവന് കൊടുക്കാം. പാവം. அண்ணா சொல்லுங்க என்ன பண்ணும்? அந்த 10 கிளாஸ் கீழே வந்தா அந்த பெரிய பொம்மை. நான் 10 கிளாஸ் விழணும் உங்களுக்கு. 10 கீழே வந்தா அந்த பெரிய பொம்மை. 9 கிளாஸ் கீழே வந்தா மேலே இருக்கும். ஃபர்ஸ்ட் நீங்க அந்த பொம்மை எனக்கு கொடுங்க. ஆமா, அடிச்சு எடுத்துன்னு போனேன். நீங்க வந்து இங்க இருந்து அடிக்கலாம். இந்த கையால இப்படி தூக்கி அடிக்கணும். அப்படி அவ்வளவு போதும். സിമ്പിൾ தான். കേടാ, അതായത് നമ്മൾ ഇത് ഈ ബോൾ വെച്ച് എറിയുന്നു, ഗ്ലാസ് മൊത്തവും വീഴുന്നു, ബൊമ്മയും കൊണ്ട് പോകുന്നു. ചങ്കേ നമ്മള് ബൊമ്മയും കൊണ്ടൊന്ന് വീട്ടിൽ പോകത്തുള്ളൂ. 10 கிளாஸ் கீழே வந்தா அந்த பெரிய பொம்மை. ഒരേ ടൈം, അതാണ് പ്രശ്നം. சொன்னீங்கன்னா 9 கிளாஸ் கீழே வந்தா மேலே இருக்கும். 8 கிளாஸ் கீழே வந்தா பில்லோ. 7 கிளாஸ் கீழே வந்தா ஆர்ட். 6 கிளாஸ் கீழே வந்தா அந்த பொம்மை. நீங்க அடிக்கனாவே ஒரு பொம்மை ஃப்ரீ. ഏറ്റവും അടിയിലത്തെ ഗ്ലാസ്സിൽ തട്ട്. 4 கிளாஸ் ട്രെയില് ഒന്നും കൂടെ വേണം. അടിയിലത്തെ വരി அப்பதானே விழும். 7 പിന്നെ ഇതും. நான் 6 பால்னா എന്നാലും റെഡി ഗോ. நீங்க அடிக்கனாவே பால் ஒரு பொம்மை ஃப்ரீ. தினம் இருந்தா அதாவது சாட்டர்டே சண்டே எப்பவுமே ரஷ்ஷா இருக்கும்ல. ஆமா, எப்பவுமே ஏதாச்சும் கூட்டம் வரும். தினம் இந்த லைட்டு பெட்ரோல் காசு தான் എംടിയാ? അപ്പൊ ഇതിൽ ഏതാவது എടുക്കணுமா? അമ്മു ഇതിൽ എനിക്ക് ഇഷ്ടമുള്ള എടുത്തുക്കോ. ഇതിൽ എന്നെ വേണം പാര്. ഇത് കീ ചെയിൻ ബബിൾ. ഇതിന് പാര്, ഇത് മറ്റേ മണി ബാങ്ക് ഗിഫ്റ്റ് പാക്കറ്റ്. போட்டாங்க. மைனஸ் போட சொல்லுவாங்க. 20 രൂപ 20 40 50 40 50. ഇത്രയും നേരം കറങ്ങി നടന്നിട്ട് നമ്മൾ വാങ്ങിയത് വേൽക്കടലൈ. വേർക്കടലല്ലേ? യെസ്, കപ്പലണ്ടി അവിച്ചത്. ഇത് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയതാ. ഇത് ബീച്ചൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? ബ്ലോഗിങ്ങിലാണോ? ഹലോ, വെൽക്കം ടു എ ഷോർട്ട് ബ്രേക്ക്. നമ്മുടെ സ്വന്തം ഏരിയ, സ്വന്തം ചെന്നൈ. നമ്മുടെ മീനുണ്ട്, ക്ലാസ്മേറ്റ് ആണ്, ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അതെ, നമ്മുടെ എല്ലാവരുടെയും ഫ്രണ്ടാണ്. അപ്പോൾ ചെന്നൈയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അതെ, നേരത്തെ ബാംഗ്ലൂരിലായിരുന്നു. നമ്മൾ ഒരു 2 ഇയർ, അതെ ഒരു 3 ഇയറിന് മുമ്പ് നമ്മൾ ബാംഗ്ലൂർ പോയപ്പോഴത്തേക്ക് ഒരു ദിവസം ഫുള്ള് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് വ്ളോഗിങ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ചെന്നൈയിൽ വന്നപ്പോഴത്തേക്ക് അബി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. അബി വന്നു. നമ്മൾ ചെറിയൊരു ഫുഡ് കഴിക്കാൻ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട്. അതെ. അപ്പോൾ ബെസനഗറിലാണ് ഇപ്പോഴും ഉള്ളത്. നമ്മളെ വിളിച്ചില്ലേ മഡ് കോഫി ഉണ്ടാണോ അതിന്റെ കാര്യം പറഞ്ഞു. എന്താണ് വെച്ച് എന്തോ അബി അത് മഡ് കോഫി മണ്ണില് ചൂടാക്കി തരുന്ന ടർക്കിഷ് തന്നെ. അതിങ്ങനെ കറക്കി കറക്കി അതിൽ ചൂടായിക്കൊണ്ടിരിക്കും. മണൽ ചൂടാകുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ചൂടായി തിളച്ച് വരും. എവിടെയാണ്? അവിടെ അതെ. ജാപ്പനീസ് രാമന്റെ ഷോപ്പിൽ വന്നിരിക്കുകയാണ്. ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഒരു ചെറിയ ഒരു റെസ്റ്റോറൻ്റ് ആണ്. സ്മൈൽ, ഗുഡ് സ്മൈൽ, നല്ല സ്മൈൽ. വെജ് ടാമൻ ബൗൾ, പിന്നെന്തോടാ ഗൺ ഫയർ ഷവർമ. അതാണ് ഇവിടെ. ഇപ്പോൾ ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലാണ്. ടാമൻ ഒരു ലോക്കൽ രാമൻ റെസ്റ്റോറൻറ്റിലാണ്. നമ്മുടെ അയോധ്യയിലെ രാമനല്ല,
ഇവിടുത്തെ നമ്മുടെ ജാപ്പാനീസ് രാമന. ലോക്കൽ ജാമിന്റെ അപ്പോൾ നമ്മളിവിടെ എന്താ പറയുക, ഞാനൊരു വെജ് സംതിങ് എനിക്ക് പറഞ്ഞു. ഞാനൊരു വെജാണ്. ഓ ആഹാ, നല്ല രസത്തിന്റെ പണമുണ്ട്. പുളിക്കറിയും നൂഡിൽസ് ആൻഡ് പുളിക്കറി. ഗൈസ് എങ്ങനെയുണ്ട്? ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം പോലെ എനിക്ക് തോന്നുന്നുണ്ട്, രണ്ടുപേരും കൂടെ മത്സരിച്ച്. അപ്പോൾ ഇച്ചിരി ജാപ്പാനീസ് കഞ്ഞി കുടിച്ചോളൂ. നമ്മുടെ ചോപ്പ് സ്റ്റിക്സ് കിട്ടിയിരിക്കുകയാണ്. ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക, അതായത് മലയാളികൾ എങ്ങനെയാണ് കഴിക്കുക? അത് ഇങ്ങനെ എടുക്കും. ആക്ച്വലി ഇത് ഇങ്ങനെയല്ല എടുക്കാറുള്ളത്. ഗ്യാപ്പ് ഇടുക. കണ്ണി തെറിച്ചോ? കോപ്പി അടി. കമന്ററി ഇടാൻ പറ്റുമോ? ശ്വാസം മുടക്കി പിടിച്ച നമ്മള് ബസനഗർ വഴി തേരാപ്പാര നടന്ന സമയം അത് അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ ഞാൻ ഒരു ഷോപ്പ് കണ്ടു. ആ ഷോപ്പിന്റെ മുന്നിൽ ഒരു മാനിക്കുലറിൽ ഒരു അടിപൊളി ടീഷർട്ട് കണ്ടു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് കയറിയപ്പോഴത്തേക്ക് അടിപൊളി കളക്ഷൻ. അങ്ങനെ ഒരു 2-3 ടീഷർട്ട് അങ്ങ് എടുത്തു. അപ്പോൾ ഈ ഷോപ്പിൻ്റെ പേര് ക്യൂറേറ്റ്. നമ്മുടെ ബെസ്റ്റ് നഗറിനടുത്തുള്ള ക്യൂറേറ്റ് മസ്റ്റ് വിസിറ്റാണ്. അടിപൊളി ഹൂഡി, പിന്നെ എന്താ നമ്മുടെ സമ്മറിനൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി സാധനം, വിൻ്ററിൻ്റെ സമ്മറിനൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി സാധനം ഇവിടെ ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യാം. എന്നാ പോയി. അപ്പോൾ അടിപൊളി ഷോപ്പാണ്. ഞാനത് കുറേ ഐറ്റം എടുത്തു. കുറേ ഐറ്റം അല്ല, 3 ടീഷർട്ട് എടുത്തു. നമ്മുടെ അബിക്ക് നമ്മൾ ഷോപ്പ് കാണിച്ചിട്ടുണ്ട്. അബി നമ്മൾ ചെന്നൈ കാണിക്കാൻ വേണ്ടി ഇറങ്ങി. അബിക്ക് നമ്മള് ഷോപ്പ് കാണിച്ചെടുത്തത്. അപ്പോൾ നമ്മളിപ്പോ ഇവിടെ നിന്ന് നേരെ പോകുന്നത് എവിടെയാണ്? ഫ്രൂട്ട് ബേ. അതെ, ഫ്രൂട്ട് ബേയിലാണ്. നമ്മൾ ഫലൂഡയൊക്കെ കഴിച്ച് അങ്ങനെ സെറ്റ് ആവാൻ പോവാം. പാഷൻ ഫ്രൂട്ട് ഇഷ്ടമാണ്. ആ, പാഷൻ ഫ്രൂട്ട് എന്ത് ചെയ്താലും അടിപൊളിയാണ്. മാംഗോ കൂടെ കോമ്പിനേഷൻ ആണെങ്കിൽ അടിപൊളിയാണ്. അബി പിന്നെ എന്തൊക്കെയുണ്ട് ചെന്നൈ വിശേഷം? നിങ്ങളെ പോലുള്ള ആൾക്കാർ വരുമ്പോഴാണ് നമുക്ക് വിശേഷം. അല്ലെങ്കിൽ ഒറ്റത്തടിയാവുന്നു. ഒറ്റത്തടിയല്ലല്ലോ, ഇത് പാവം പോവല്ലേ. വഴി അറിയാം. ഓക്കെ. പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് ഓഫീസ്? അടുത്ത് തന്നെയാണ് ഓഫീസ്. കുറച്ച് ദൂരമുണ്ട്, പക്ഷെ ഓഫീസ് ക്യാബ് ഉണ്ട്. അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ച് പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഒരു 30 മിനിറ്റ്സിൽ പോയി വരാം. ഫാമിലിയൊക്കെ? ഫാമിലി നാട്ടിലാണ്, എല്ലാവരും മലപ്പുറത്താണ്. അച്ഛൻ, അമ്മ, ചേച്ചിയുണ്ട്, അളിയനും ഉണ്ട്. ചേച്ചി ചേട്ടനൊക്കെ എവിടെയാണ്? ചെന്നൈയിലാണ്? ഇല്ലല്ല, അവരെല്ലാവരും മലപ്പുറമാണ്. മലപ്പുറമാണ്. ഇനിയിപ്പോ നാട്ടിലെപ്പോഴാ? നാട്ടില് ഇനി ഉടനെ പോണം. മാർച്ചില് ചേച്ചി ചടങ്ങ് അത് കഴിഞ്ഞല്ലേ? അതിനാണോ പറഞ്ഞൂടാ അടുത്ത പോക്ക്. പക്ഷെ അങ്ങനെയൊക്കെ പ്ലാൻസ് ഉണ്ട്. നോക്കട്ടെ. ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആളാണ് അല്ലേ? ഓണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. അങ്ങനെയുള്ളവരായിട്ട് തന്നെയാണ് കമ്പനി. അപ്പോൾ എവിടെയാണെന്ന് മനസ്സിലായല്ലോ, ഫ്രൂട്ട് ബേയിലാണ്. അപ്പോൾ ബസ് നഗറിലുള്ള. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ലൈറ്റായിട്ട് നമ്മൾ നേരത്തെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. നമ്മുടെ രാമൻ ജപ്പാൻ. അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഫ്രൂട്ട് ബേയിൽ വന്നിട്ട് അമ്മൂന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ പേരെന്താണ്? ഇതിന്റെ പേര് മാംഗോ പാഷൻ. അതെ, മാംഗോ പാഷനും
പാലട സൺഡേ ഈ സാധനം ഇത് ഇവന്റെ സജഷൻ ആയിരുന്നു. രണ്ടും ഇവന്റെ സജഷൻ ആയിരുന്നു. അപ്പോൾ ഇതെന്തായാലും ടേസ്റ്റ് ചെയ്യാം. നമ്മൾ കേരളത്തിൽ നമ്മൾ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് നടത്തില്ല. അതായത് ചെന്നൈയിൽ വന്ന് ട്രൈ ചെയ്യാൻ പറ്റും. നൈസ്, അടിപൊളി. അതെ, അടിപൊളിയാണ്. അമ്മോ ഇങ്ങനെയുണ്ട്, എടുത്തോ. ഇതെല്ലാം ടേസ്റ്റ് ചെയ്താ ഏതാ നല്ലത്? ഭയങ്കര ഇഷ്ടപ്പെട്ടത് വാട്ടർമെലൺ ആണോ? ഒരു സൗണ്ട് മാത്രം എവിടെ നിന്ന് കേൾക്കുന്നത് കേട്ടോ. ഒരു സൗണ്ട് മാത്രം കേൾക്കുന്നത് കേട്ടോ. ആളെ കാണാൻ കിട്ടുന്നില്ല. അണ്ണാന്ന് തമ്പി തമ്പി என்ன வேணும்? சாப்பாடு இப்படம் கிடையாது. நீ நல்லதா சாப்பிட்டு இருக்கு, வேற ஃபுல்லா இருக்கு. சிக்கன் பரோட்டா சாப்பிட்டேல நீ? ചോക്ലേറ്റ് ഉണ്ടാറേ, ഒരു ചോക്ലേറ്റ്. ഇപ്പോൾ കണ്ട ഈ അനിയന്മാരൊക്കെ ഇവിടെ ശരിക്കും ഇവിടെ ഈ മറീന ബീച്ചിൽ ഇവിടെ ബസ്സിനഗറിൽ വന്നിറങ്ങിയ ഈ പിള്ളേർ മാത്രമേ ഉള്ളൂ. എല്ലാ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ ഈ പിള്ളേർ കാണും. ആക്ച്വലി എല്ലാവരും എല്ലാം പറ്റുന്ന പോലെയൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. കുട്ടികൾ ഒരു വല്ലാത്തൊരു ലൈഫാണ്. അത് കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. ഇവരെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരുപാട് അത് കുട്ടികളാണ്. ഞാൻ അതന്നെ ഒരു പയ്യനെ ഇതുപോലെ ഫുഡ് കുറേ പേർക്ക് റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്ന് വാങ്ങിക്കൊടുക്കുകയൊക്കെ ഉണ്ടായി. ഞാൻ അതൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് ബേയിൽ നിന്ന് കഴിച്ചിറങ്ങി. അടിപൊളിയായിരുന്നു ഫ്രൂട്ട് ബേയിൽ. നമ്മൾ കേരളത്തിൽ ട്രൈ ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ചെന്നൈയിൽ ഒന്ന് ട്രൈ ചെയ്തു. തെറ്റായിരുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ചെന്നൈ ട്രിപ്പ്, അതായത് നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഇന്ന് രാവിലെ ചെന്നൈയിലെ നമ്മുടെ കസിൻസിൻ്റെയൊക്കെ വീട്ടിൽ പോയി. നമ്മുടെ തില്ലൈ ഹോം, ആ കൺസ്ട്രക്ഷൻ തില്ലൈ ഹോംസ്. അപ്പോൾ എന്താ പറയാനാ, വളരെ ജെന്യൂനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ വേണമെങ്കിൽ തില്ലൈ ഹോംസിൽ വിളിക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. നാളെയും മറ്റന്നാളൊക്കെ നമ്മൾ ചെന്നൈയിലാണ്. ഡേ 1 കംപ്ലീറ്റ് ആയി. തിരുപ്പതി നമ്മുടെ മൺഡേ പരിപാടിയാണ്, തിരുപ്പതിയിലേക്ക് പോകാമെന്നുള്ളത്. നാളത്തെ പ്രോഗ്രാം അതെ. അപ്പോൾ നാളത്തെ കാര്യം നാളെ. അപ്പോൾ എനിവേ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അബി നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അബിയെ നമ്മളെ അബി നമ്മളെ കൂടെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എനിവേ അപ്പോൾ ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്.